ക്രൂശിത രക്ഷക വിമോചന. സഭ എന്ന് പറയുന്നത് ഒരിക്കലും തകരില്ല എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. കാരണം അത് ക്രിസ്തുവിന്റെ തുടർച്ചയാണ്. അതുകൊണ്ടാണ് യേശുവിന്റെ തുടർച്ചയാണ് സഭ. ഈശോ പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും, ആത്മാവ് പിന്നെ നിങ്ങളെ നയിച്ചോളൂ എന്നാ പറഞ്ഞത്. അപ്പസ്തോലന്മാരെ അതുവരെ ഈശോ നയിച്ചു. ഈശോ പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ എന്റെ ഭാഗത്ത് നിങ്ങളെ നയിക്കാൻ പരിശുദ്ധാത്മാവിനെ തരുക, പിന്നെ ആത്മാവാണ് നയിക്കുന്നത്. അപ്പോ യേശുവിന്റെ തുടർച്ചയാണ് സഭ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എന്തെല്ലാം യേശു തൻ്റെ ജീവിതം കൊണ്ട് എനിക്കും നിങ്ങൾക്കും തന്നുവോ, യേശു തൻ്റെ കാൽവരി കുരിശിന്റെ യാഗത്തിലൂടെ എന്തെല്ലാം നമുക്ക് നേടിത്തന്നുവോ, അവന്റെ പീഡാസഹനത്തിലൂടെ ഉത്ഥാനത്തിലൂടെ എന്തൊക്കെ നമുക്ക് നേടിത്തന്നുവോ, അതെല്ലാം അതിന്റെ പൂർണ്ണതയിൽ ഇന്ന് നമ്മൾ സ്വന്തമാക്കുന്നത് തിരുസഭയിലൂടെയാണ്. യേശു കാൽവരിയിൽ നമുക്കായി ചിന്തി അവന്റെ ശരീരവും അവന്റെ രക്തവും ഇന്നും സഭയിലൂടെ കർത്താവ് തരിക. അതാണ് ഞാൻ പറഞ്ഞത്, യേശുവിന്റെ തുടർച്ചയാണ് സഭ. യേശു ജീവിച്ചിരുന്നപ്പോ പാപമോചനം നൽകി. അപ്പസ്തോലന്മാരെ വിളിച്ച് പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. ഇപ്പൊ ഇന്നും പാപമോചനം സഭയിലൂടെ ദൈവം തരുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഈ പാപമോചനം സഭയിലൂടെ നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു? ചിലപ്പോൾ നമ്മൾ കുറ്റബോധത്തിലും നിരാശയിലൊക്കെ ജീവിതം തള്ളിയിടേണ്ടി വന്നേനെ. ഇന്ന് വരെ കഴിഞ്ഞ 2000 വർഷമായിട്ട് കത്തോലിക്ക സഭയിൽ ഒരു കുമ്പസാര രഹസ്യം പുറത്തു പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഒരു കുമ്പസാര രഹസ്യം കഴിഞ്ഞ 2000 വർഷമായിട്ട് കത്തോലിക്ക സഭയിൽ പുറത്തുവിട്ടതായിട്ട് കേട്ടിട്ടില്ല. വൈദികര് കുമ്പസാര രഹസ്യം പുറത്തുവിടാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരെ വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് വരെയും ഒരു കുമ്പസാര രഹസ്യം പരസ്യമാക്കിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും നമുക്ക് ഓടിച്ചെന്ന് ഏറ്റുപറയാൻ, കുമ്പസാരിക്കാൻ, നമ്മുടെ മനസ്സിനേറ്റ മുറിവും ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നതെല്ലാം ഏറ്റുപറയാൻ തക്ക വിധത്തിൽ കർത്താവ് നമുക്കായി കരുണയുടെ കവാടം എക്കാലവും തുറന്നിട്ടിട്ടുണ്ടെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കേണ്ട വിഷയമാണ്. ഒരു ക്രിസ്ത്യാനി, ഒരു കത്തോലിക്ക വിശ്വാസി അഭിമാനിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് കുമ്പസാരം എന്ന കൂദാശ കർത്താവ് തന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അഭിമാനിക്കാൻ പറ്റും. അതേക്കുറിച്ച് അതൊന്നും തുറന്നിട്ട്, കർത്താവിന്റെ കരുണയുടെ കവാടം എന്നും തുറന്നിട്ടിരിക്കുക. കർത്താവിന്റെ മാറ് അത് എന്നും എക്കാലവും നമുക്കായിട്ട് തുറന്നിട്ടിരിക്കുക. അത് കരുണയുടെ കവാടമാണ്. അതിലൂടെ പ്രവേശിക്കുന്നവർ സൗഖ്യത്തിലേക്കും വിടുതലിലേക്കുമാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ കുരിശിലേക്ക് നമ്മുടെ പാപത്തെ, കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് നമ്മുടെ പാപത്തെ എടുത്തു വെച്ചാൽ ഒരു പാപത്തിനും ഒരു മുറിവിനും കർത്താവിന്റെ മുറിവിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, കുരിശുമരണത്തേക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. എല്ലാ പാപവും കുരിശുമരണത്തിൽ കർത്താവ് ഏറ്റെടുത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ കുമ്പസാരത്തിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക്, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് പാപത്തെ ഇറക്കി വെച്ചിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് ലോകത്ത് ഒരു വ്യക്തിയും ലോകത്തിന്റെ ഒരു കോണിലും അനുഭവിക്കാൻ പറ്റാത്തൊരു സ്വാതന്ത്ര്യമാണ് കുമ്പസാരം കഴിഞ്ഞിറങ്ങുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇത് പരിശുദ്ധാത്മാവ് തരുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പോ യേശു തന്റെ ജീവിതകാലത്ത് പാപമോചനം നൽകി, അത് തന്റെ അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു. ഇന്ന് സഭയിലൂടെ ആ പാപമോചനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഉപകരണങ്ങളോടെ എൽത്താരയിൽ സ്നേഹത്തോടെ നമ്മളെ കാണുന്ന കർത്താവിനെ ആരാധിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴുത്തോളം മുങ്ങി നിൽക്കുന്ന അനുഭവമാണോ മോളെ മോനെ നിന്റേത്?
നിന്റെ വരുമാന മാർഗങ്ങളാകാം, നിന്റെ ബിസിനസ്, ജോലി, കൃഷിയിടങ്ങളാകാം, നിന്റെ കുടുംബ ബന്ധങ്ങളാകാം, നിന്റെ മാനസിക സംഘർഷങ്ങളാകാം, എന്തുവാകട്ടെ, കഴുത്തോളം മുങ്ങി നിൽക്കുന്ന അനുഭവമാണ്. അതായത് ഇനി ഒന്നുമില്ല, അല്പം കൂടി മുങ്ങിയാൽ തീർന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. തങ്ങൾ കടന്നു പോകുന്ന തങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങള് ആരോടും പറയാൻ പറ്റാത്ത വിധം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മക്കളുണ്ട്. അതിൻ്റെതായ വേദനയും സങ്കടവും സംഘർഷങ്ങളും, ഒന്നിലും ആനന്ദം കണ്ടെത്താൻ പറ്റാത്ത ജീവിതത്തിന്റെ അവസ്ഥകൾ. എല്ലാവരും കുടുംബത്തിലുണ്ടായിട്ടും ആരും കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. എല്ലാവരും ഉണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ടായിട്ടും ആരുടെയും സാന്നിധ്യം ഒരു കംഫർട്ട് തരുന്നില്ല, ഒരു ആശ്വാസം തരുന്നില്ല എന്ന് പറയുന്ന മക്കളുണ്ട്. ഈശോയെ, അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെ ഈ നിമിഷം ഞങ്ങൾ ഇതൊക്കെ ഒരു ദീനരോധനമാണ്. ജോലിയില്ലാതെ വേദനിക്കുന്ന അനേകർ ഞങ്ങളുടെ ചുറ്റുപാടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതിമാരുണ്ട്. സ്വന്തമായി കയറി കിടക്കാൻ ഒരു കൂരയില്ലാത്ത എത്രയോ കുടുംബങ്ങൾ. പഠന മേഖലകളിൽ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എത്രയോ മക്കള്. തമ്പുരാനോട് പറ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ? പറഞ്ഞോ. നീ കരയാൻ തുടങ്ങിയിട്ട്, നിലവിളിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയെ, ഈ സഹനത്തെ, ഈ ജീവിതത്തിന് അതുപോലെ നിന്നെ ഭാരപ്പെടുത്തിയ വിഷയത്തെ ഒക്കെ യേശുവിന്റെ കരങ്ങളിലേക്ക് തുറന്നു വയ്ക്കുക. സ്പീക്ക് ടു ദ ലോർഡ്. തമ്പുരാനോട് സംസാരിക്കുക. പറ, എല്ലാ സ്വകാര്യ ദുഃഖങ്ങളും ഈശോയോട് പറ. ചില സ്വകാര്യ പാപത്തിന്റെ മേഖലകൾ പക്ഷെ നിന്നെ ഭയത്തിലേക്കും കുറ്റബോധത്തിലേക്കും ഒക്കെ എത്തിച്ചിട്ടുണ്ടാകും. ഇന്ന് നിന്നെ വേട്ടയാടുന്നുണ്ടാകും. അതും ഈശോയോട് പറ. ഈശോയ്ക്ക് അറിയാൻ പാടില്ലാത്തതായി നിന്റെ ജീവിതത്തിൽ എന്നാ ഉള്ളത്. കർത്താവിന് നിന്നെ പൂർണ്ണമായും അറിയാവുന്നവനാണ്. ഈശോയെ, ഈ മക്കളെയും ഇവരുടെ വേദനകളെയും ഇവരുടെ സങ്കടങ്ങളെയും ഇവരുടെ നൊമ്പരങ്ങളെല്ലാം എൻ്റെ സന്നദ്ധിയിലേക്ക് ഈ നിമിഷം ഉയർത്തുന്നു. നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ട ആശ്വാസം നീ നൽകണമേ. ഈ മക്കൾക്ക് വേണ്ട സ്നേഹവും സമാധാനവും നീ നൽകണമേ. ഈ മക്കളെ നീ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ രണ്ടും മാറോട് ചേർന്നിരിക്കട്ടെ. ഈ സ്നേഹത്തിനൊക്കെ നന്ദി പറഞ്ഞ് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണ് തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും മനസ്സുകൊണ്ട് നന്ദി പറയുക. ഈശോയെ, ഈ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുന്നു. ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് നന്ദി പറയാനാണെങ്കിൽ. തമ്പുരാനെ, ഞങ്ങൾ നന്ദിയുള്ളവരായി നിന്റെ മുമ്പിൽ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.